അസ്സലാമു വറഹ്മത്തുള്ളാഹി വബറകാതുഹു അൽഹംദുലില്ലാഹി വകഫാ വസലാമുൻ അലാ ഇബാദിഹിൽ ലദീന ഇസ്തഫാ അമ്മാ ബഅദ്. ബഹുമാനികളെ, പരിശുദ്ധ റബീഉൽ അവ്വൽ മാസത്തിൻ്റെ ധന്യമായ ദിനരാത്രങ്ങൾ നമ്മിലേക്ക് കടന്നു വരികയാണ്. കോവിഡ് മഹാമാരി പടർന്നു പിടിക്കുന്ന അതിരൂക്ഷമായ സാഹചര്യത്തിൽ ഒരു സാമൂഹികമായ ഒരുമിച്ചുകൂടൽ കൊണ്ട് ഈ മാസത്തെ നമുക്ക് സമൃദ്ധമാക്കാൻ കഴിയുന്നില്ല. എന്നാലും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നൽകിയ വലിയ വലിയ സംവിധാനങ്ങൾ ഉപയോഗിച്ച്, ആധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഹബീബായ മുസ്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എങ്ങനെയെല്ലാം ചർച്ച ചെയ്യാം, എങ്ങനെയെല്ലാം പ്രകീർത്തിക്കാം, നബിതങ്ങളുടെ ചരിത്രം എങ്ങനെയൊക്കെ നമുക്ക് വായിക്കാം എന്നിടത്തേക്ക് നാം എത്തിപ്പെടുമ്പോൾ തീർച്ചയായും ഈ അസൗകര്യങ്ങൾ സൗകര്യങ്ങളായി വികസിപ്പിച്ചെടുക്കാൻ നമുക്ക് കഴിയും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വരവ്, ആ വരവിനെ കുറിച്ച് മഹാനായ റുസ്തം ചക്രവർത്തിയുടെ കൊട്ടാരത്തിൽ പോയി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിചയപ്പെടുത്തുന്ന ചില വാചകങ്ങൾ നമുക്ക് കേട്ടാൽ താരിഖ് ദിമഷ്കിൽ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിയോഗത്തെ അദ്ദേഹത്തിന് പരിചയപ്പെടുത്തിയ നിക്ഷിപ്തമായ വാക്കുകൾ, ആ വാക്കുകളിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ന വ്യക്തിത്വത്തിന്റെ മഹാപ്രഭാവം വരച്ചു വെക്കാൻ മഹാനായ റിബഈ ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹുവിന് കഴിഞ്ഞു എന്നതാണ് യാഥാർത്ഥ്യം. വഇന്നമാ ഉർസില ഇലന്നാസി കാഫ ഇന്നമാ ഉർസില ലിയുഖ്രിജന്നാ ഇബാദല്ലാഹി ജമീഅ മിൻ ഇബാദത്തിൽ ഇബാദി ഇലാ ഇബാദത്തില്ലാഹി വഹദ. മനുഷ്യനെ മാനുഷിക അടിമത്വങ്ങളിൽ നിന്ന്, സൃഷ്ടികളിലെ ഇബാദത്ത് ചെയ്യുന്നതിൽ നിന്ന് അള്ളാഹു എന്ന ഏകനായ സൃഷ്ടാവിനെ ഇബാദത്ത് ചെയ്യുന്നതിലേക്ക് മനുഷ്യനെ നയിക്കാൻ വേണ്ടിയാണ് അള്ളാഹുവിൻ്റെ പ്രവാചകൻ നിയോഗിതനായത്. മഹാനവറുകൾ പറയുകയാണ്, ഞെരുങ്ങിയ ദുനിയാവിന്റെ കെടുതിയിൽ നിന്ന് വിശാലമായ ഭൗതിക ആത്മീയ പരപ്പുകളിലേക്ക് മനുഷ്യനെ നയിക്കാൻ വേണ്ടിയാണ്. ഒമിൻ ജൗരിൽ അദിയാനി ഇലാ അദിലിൽ ഇസ്ലാം, ഒമിൻ ജൗരിൽ അദിയാനി ഇലാ അദിലിൽ ഇസ്ലാം. ഭൗതിക പാരത്രിക ജീവിതത്തിന്റെ വിശാല രക്ഷാമാർഗം തുറന്നുകൊടുത്ത മുത്തുനബി, മതത്തിന്റെ പേരിൽ നടന്ന അതിക്രമങ്ങൾക്ക് പകരം നീതിയുടെ മതത്തെ പരിചയപ്പെടുത്തി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മഹാനായ റിബഈ ഇബ്നു ആമിർ തങ്ങൾ പറയുകയാണ്, അതേ യഅ്മുറുഹും ബിൽ മഅറൂഫി വയൻഹാഹും അനിൽ മുൻകർ, അവരോട് നന്മ കൽപ്പിക്കുകയും തിന്മയെ വിരോധിക്കുകയും ചെയ്തു മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. വയുഹില്ലു ലഹുമുത് ത്വയ്യിബാതി വയുഹർരിമു അലൈഹിമുൽ ഖബായിസ്. സമ്പത്തിൽ, ഭക്ഷണത്തിൽ, ലൈംഗികതയിൽ വിശുദ്ധിയുടെ പാഠം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർക്ക് പഠിപ്പിച്ചു. വയുഹർരിമു അലൈഹിമുൽ ഖബായിസ് വയളഉ അൻഹും ഇസ്റഹും വൽ അഗ്ലാൽ അല്ലതി കാനത് അലൈഹിം. അതേ, അശ്ലീലത, അഴിമതി, വഞ്ചന, ചതി, തിന്മകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിരോധിച്ചു. മനുഷ്യനെ വരിഞ്ഞു മുറുക്കിയ മാനുഷിക അടിമത്തങ്ങളിൽ നിന്ന് അടിമത്ത വ്യവസ്ഥിതികളെ നബിതങ്ങൾ പൊളിച്ചടുക്കി. അള്ളാഹുവിന്റെ പ്രവാചകരെ കുറിച്ച് റിബഈ ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു റുസ്തം ചക്രവർത്തിയുടെ കൊട്ടാരത്തിൽ പരിചയപ്പെടുത്തിയതാണ്. അതെ, ആ തിരുജന്മം ഇല്ലായിരുന്നുവെങ്കിൽ ലോകം സമ്പൂർണ്ണ ജാഹിലിയത്തിൽ, അജ്ഞതയിൽ തളച്ചിടപ്പെട്ടേനെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ന ലൈറ്റ് ഹൗസിൽ നിന്ന്, പവർ ഹൗസിൽ നിന്ന് വെളിച്ചം പകർത്തിയാണ് ലോകത്തിന്ന് കാണുന്ന വൈജ്ഞാനികമായ സകല പ്രതാപത്തിൻ്റെയും പ്രകാശരേണുക്കൾ പ്രസരിപ്പിക്കാൻ സാധ്യമായത്. നമുക്ക് ചരിത്രം വായിച്ചാൽ അറിയാൻ കഴിയും. ഇന്ന് ആധുനിക ലോകം ഒരുപാട് വികസനം സാധ്യമാക്കിയിട്ടുണ്ട്. ചന്ദ്രമണ്ഡലത്തിലേക്ക് ചന്ദ്രയാനെ പറഞ്ഞു വെച്ചവർ, പാത്ത് ഫൈൻഡറിനെ ചൊവ്വാഗ്രഹത്തിലേക്ക് പറഞ്ഞയച്ചവർ, വിവിധങ്ങളായ ശാസ്ത്രീയ രഹസ്യങ്ങളെ കണ്ടെത്തി മനുഷ്യ സമൂഹത്തിലേക്ക് പ്രസരിപ്പിക്കുമ്പോൾ ഇതെല്ലാം അവരുടെ ആവനാഴിയിൽ നിന്നെടുക്കുന്ന അസ്ത്രങ്ങളാണെന്ന് തെറ്റിദ്ധരിച്ചു പോയ മനുഷ്യന്മാർക്ക് പിഴച്ചിരിക്കുന്നു. ആധുനിക ശാസ്ത്രമെന്നല്ല, അന്ത്യനാൾ വരെ വരുന്ന മുഴുവൻ സയന്റിസ്റ്റുകളും വിശ്വകരന്മാരും ഏതെല്ലാം തിയറികൾ ഇവിടെ പ്രയോഗവൽക്കരിച്ചാലും അതിൻ്റെയൊക്കെ പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന യാഥാർത്ഥ്യം മഹാനായ മുത്തുനബി എന്ന പാരാവാരം പോലെ പരന്നു കിടക്കുന്ന വിജ്ഞാന സാഗരത്തിൽ നിന്ന് പിറക്കിയെടുത്ത്, കൊത്തിയെടുത്ത്, മുങ്ങിത്താണ് പിറക്കിയെടുത്ത് കൊണ്ടുവരുന്ന നാണ്യങ്ങളും നിക്ഷേപങ്ങളുമാണെന്ന് തിരിച്ചറിയാൻ ആധുനിക ശാസ്ത്രകാരന്മാരിൽപ്പെട്ട ആളുകൾക്ക് പോലും കഴിഞ്ഞു എന്നെടുത്താണ്.
അവരെല്ലാം വിശ്വാസത്തിന്റെ നിശീധിനികളിലേക്ക് കടന്നു വരുമ്പോഴാണ്, അവരുടെ വിശകലനങ്ങൾ കേൾക്കുമ്പോഴാണ് ഹബീബായ മുത്തുനബി എന്ന വിജ്ഞാനത്തിന്റെ പരപ്പിനെ കുറിച്ച് നമുക്ക് ബോധ്യപ്പെടുന്നത്. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന വൈജ്ഞാനിക സാഗരത്തെക്കുറിച്ച് നമുക്ക് ബോധ്യപ്പെടുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതേ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നാം പഠിക്കണം. ആ പഠിക്കാനുള്ള ഒരു ക്യാമ്പയിനായി റബീഉൽ അവ്വൽ മാസത്തെ വിശ്വാസി സമൂഹം ആചരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹബത്ത് വെക്കുമ്പോൾ ആത്മീയമായ ഉണർവും ആത്മീയമായ ചിന്തയുടെ വികാസവും അതേ ഒരു ആത്മീയമായ ഉത്കർഷവും വിശ്വാസി സമൂഹത്തിനുണ്ടാകും. അള്ളാഹുവിന്റെ ഹബീബിനോടുള്ള മഹബത്തിന്റെ പ്രകടനം അവിടുത്തെ പ്രകീർത്തനത്തിലൂടെയാണ് എന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് മുന്നിൽ വരച്ചു വെച്ചിട്ടുണ്ട്. എങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കേണ്ടത്? അള്ളാഹുവിന്റെ ഖുർആൻ അതിന് മറുപടി പറയുന്നിട്ടുണ്ട്. ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനു സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമ. അള്ളാഹുവും അവന്റെ മലക്കുകളും നബി തങ്ങളോടുള്ള സ്നേഹം പ്രകടിപ്പിച്ചത് ആ നബി തങ്ങളുടെ മേൽ സ്വലാത്ത് വർഷിച്ചുകൊണ്ടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നുള്ള സ്വലാത്ത് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്, എന്താണ് മലക്കളുടെ സ്വലാത്ത്, എന്താണ്? ഇതൊക്കെ വിശാലമായ വിശകലനത്തിന് നാം വിധേയമാക്കേണ്ടതാണ്. എന്നാൽ വിശ്വാസി സഹോദരങ്ങളോട് അള്ളാഹു ആജ്ഞാപിക്കുന്നു, ആഹ്വാനം ചെയ്യുന്നു, ഞാനും എൻ്റെ മലക്കുകളും അള്ളാഹുവിൻ്റെ റസൂലിനെ പ്രകീർത്തിക്കുന്നു, നിങ്ങളും ആ പ്രവാചകരുടെ മേൽ സലാത്തും സലാമും ചൊരിയണം. അതെ, ഞാൻ ചെയ്യുന്നു, എൻ്റെ മലക്കുകളും ചെയ്യുന്നു, നിങ്ങളും ചെയ്യണമെന്നൊരു അമലിനെ കുറിച്ച് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നബി തങ്ങളുടെ പേരിലുള്ള പ്രകീർത്തനം മാത്രമാ പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ഈ റബീഇന്റെ വസന്തം, ഈ റബീഇന്റെ രാവകലുകൾ പ്രവാചക പ്രകീർത്തനത്തിന്റെ അലയൊലികൾ കൊണ്ട് നമ്മുടെ വീടുകൾ തരളിതമാകട്ടെ. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് അനുഗ്രഹിക്കട്ടെ. ഇൻഷാ അള്ളാഹ് അടുത്ത എപ്പിസോഡുകളിൽ കൂടുതൽ വൈജ്ഞാനിക പ്രസരണം, കൂടുതൽ വൈജ്ഞാനിക ചർച്ചകൾ നമുക്ക് സാധ്യമാക്കാം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.